അമ്മച്ചി മാറി 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 പി 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 പി. അങ്ങനെ രാത്രി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് മൃദുല എന്റെ പൊണ്ടാട്ടി എനിക്ക് കുറെ കോഡ് സെറ്റ് ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തൊരു ഫൂബടോ ഇത്? നോക്കിയാണ് പുതിയ ഡ്രസ് ഇട്ടിട്ട് ചെറുക്കനെ അപ്പി കഴിപ്പിച്ചതാ. അവന്റെ ദേഹത്തെ നനവ് എന്റെ ദേഹത്ത് കേറി ഇങ്ങനെ ഇരുന്ന് അമ്പൂട്ടനെ അടിപൊളി ജെന്റിൽമാൻ ഗുണഗുണ ഓടുന്നു. കാലി അഴുക്കാവൂല കേട്ടോ, പാൻറിൽ അഴുക്കാവും. പക്ഷെ വലിയ മെച്ചൂരിറ്റി ഉള്ള അമ്പൂട്ടൻ. കൊടവയറും മെച്ചൂരിറ്റി ഉള്ള അമ്പൂട്ടൻ. മുഖത്ത് നോക്കുന്നില്ല. നിന്റെ പെണ്ണ് കാണാനും വന്നിരിക്കുന്ന മുഖത്ത് നോക്കുന്നില്ലടി. കേട്ടിട്ടേ എടാ മുഖത്ത് നോക്കടാ. അപ്പോ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് നമ്മുടെ ട്രെൻഡിങ് മാങ്ങ ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കൊരു സൂചന കിട്ടി. അപ്പൊ ആ ട്രെൻഡിങ് മാങ്ങ കഴിക്കാൻ വേണ്ടി പോവാണ്. പ്ലസ് വെള്ളം ഇതിന്റെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ നമ്മളെ കൂടെ മാച്ച് ആയേനെ. അല്ല ബ്ലാക്ക് ഓർഡർ ചെയ്തില്ലേ? ബ്ലാക്ക് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വന്നത് ഇതാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മാങ്ങ തേടി അത് മറ്റേ ഹോക്കോ മാങ്ങയാണ്, അതുപോലെ പക്ഷെ ഇത് വേറൊരു ബ്രാൻഡിന്റെ. അത് നമുക്ക് ഇവിടെ കിട്ടാനില്ല. അത് നമ്മൾ എറണാകുളം വരെ പോയി നോക്കിട്ടോ, എന്നിട്ടും കിട്ടിയില്ല ആ സാധനം. പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും നമ്മളെ കൈ കിട്ടും. പക്ഷെ ഇത് അതേ കണക്കത്തെ ഇരിക്കുന്നു ആ മാങ്ങ. അപ്പൊ ഇന്ന് ടേസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ എനിക്കൊരു ടാബ്, അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന മാക്ബുക്ക് പ്രോ ആണ്. അത് നമ്മൾ ശരിയാക്കി എങ്കിലും ആ പഴയ വാങ്ങിച്ച പെർഫോമൻസ് ഒന്നും ഇല്ല. കാരണം അതുമല്ല അതിപ്പോൾ 4 വർഷമായി. ഈ ആപ്പിളിൻ്റെ ഡിവൈസ് എന്ന് പറയുമ്പം കുറേ നാൾ കഴിയുമ്പോൾ ഒരു ബാറ്ററി ഇഷ്യൂ ആവും കേട്ടോ. മാക്സിമം 4 വർഷമൊക്കെയാണ്. മാക്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഹെവി യൂസ് ആണല്ലോ, എന്നും എഡിറ്റിങ് എന്നും ഡെയിലി യൂസ് ആയതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ബാറ്ററിയൊക്കെ ഏതാണ്ട് ഖതമായി. അപ്പോൾ എന്തായാലും ശരിയാക്കണം. പക്ഷേ നമുക്കൊരു ഇത് ഇൻ കേസ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലോ കയ്യിലില്ലെങ്കിലോ പാടാണ്. അതുകൊണ്ട് സർവീസ് ഒന്നും കൊടുക്കാതെ. അപ്പം വേറൊരു ഓൾട്ടർനേറ്റീവ് ഡിവൈസ് ഇല്ല. ഓൾട്ടർനേറ്റീവ് ഡിവൈസ് ഇല്ല നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഐപാഡ് പ്രോ എടുക്കാമെന്ന്. അപ്പം അതുകൂടി നോക്കണം. അത് വാങ്ങുമെന്ന് അറിയത്തില്ല. ഒന്ന് പോയി നോക്കിയിട്ട് നമുക്ക് ഒക്കെ ബഡ്ജറ്റിനൊക്കെ ശരിയാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്ന് വാങ്ങും. അതിനിപ്പോൾ 8 മണി ആവാറായി. ഇപ്പൊ അടക്കി മുഖത്ത് നോക്കുന്നില്ല, ക്യാമറ നോക്കുന്നില്ല. സുന്ദര നോക്കി വേറെ ഫോറിൻ ചെറുക്കനെ പോലെ ഇരിക്കുന്നു. പോവാ. അതെന്തൊരു പറച്ചിലാ പറഞ്ഞത്? അവ എന്നെ പോലെ ഇരിക്കുന്ന. ഞാൻ കുഞ്ഞിലെ ഭയങ്കര ക്യൂട്ടായിരുന്നു എന്നാ പറയുന്നത്. കൂടി അപ്പൊ കഴിച്ച് നമുക്ക് പോവാം. നമുക്ക് ആംസി കഴിക്കാം, അതുകൂടെ ഐപാഡ് നോക്കാം. പിന്നെ നോക്കാം. സമയം ഇതൊക്കെ കഴിഞ്ഞ സമയം അല്ലല്ല ഇതൊക്കെ കഴിഞ്ഞ് അല്ലല്ല അത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞാ നോക്കാൻ. അല്ലല്ല നമുക്ക് വാങ്ങാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതിനൊക്കെ കൊണ്ട് എങ്ങനെയാ പോകുന്നത്? കാറിൽ കയറിയിട്ട് മിസ്റ്റർ ബീൻ രാവിലെ പല്ലൊക്കെ തേക്കും. കണ്ടിട്ടുണ്ടോ ഒരു വീഡിയോ? ഇന്റർവ്യൂവിന് എന്തിനു പോകുമ്പോൾ കാറിൽ ഇരുന്ന് പല്ലിയേക്കും കുളിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ഡ്രസ് എനിക്ക് അപ്പോഴേ തോന്നി അമ്പൂട്ടൻ കാറിൽ കയറി അപ്പൊ ഉറങ്ങുന്നു. മൃദുല കെട്ടിയെങ്കിലും ഞാൻ എടുക്കുന്നത് ഇല്ല. ഒരു ഫ്ലോയിൽ ഇരിക്കുവോ ചെറുക്ക? അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പിന്നെന്തിനാ ഞാൻ കെട്ടിയേ? അതെന്തായാലും അവ പോണരുപടി മാളിൽ അലപ്പും പാട്ടും കേൾക്കുമ്പോ പോണരും. അപ്പൊ ആദ്യം ഇപ്പം ഐപാഡ് നോക്കാൻ പോയല്ലേ? അങ്ങോട്ട് പോവാം. ഗൈസ് അപ്പോൾ നമ്മൾ വന്നു. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് കേട്ടോ. ആപ്പിൾ പെൻസിലൊക്കെ ഉണ്ട്. ഇത് വെച്ച് ഡ്രോ ചെയ്ത ഇതിനകത്ത് ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല. ഇത് പരിപാടി ആദ്യം വരയ്ക്കാൻ ആദ്യം തൊടും. ഇത് വെച്ച് അങ്ങനല്ല, ഇത് വെച്ച് വേണം എല്ലാത്തിലും തൊടാൻ. അതറിയാം. സ്മൂത്ത് ആണോ?
ഇതാണ് കേട്ടോ സാധനം. പണ്ട് ബുക്കിലൊക്കെ കുത്തി വരയ്ക്കായിരുന്നു. M5 ആണ്, M5 ചിപ്സെറ്റ് ആണ്. എന്റെ ഇരിക്കുന്ന മാക് M2 ആണ്, പക്ഷെ ഇത് M5 ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. അതിന്റെ പ്രൊസസർ ചിപ്പ് ഇതിനകത്ത് നമുക്ക് ഫൈനൽ നമ്മൾ എല്ലാവരും ചോദിക്കും നമ്മൾ ഏത് സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന കുറേ നാളായിട്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ഫൈനൽ കട്ട് പ്രോ കേട്ടോ. അപ്പം ഇതിനകത്ത് ഫൈനൽ കട്ട് പ്രോ ഉണ്ട്, ഇതിനകത്ത് ഡാവിഞ്ചി ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് മാക്കിന്റെ അത്ര അഡ്വാൻസ്ഡ് ആണോ എന്ന് വെച്ചാൽ അല്ല, മാക്കിനേതായിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ചില കാരണം ഇതിപ്പോ കയ്യിലിരിക്കുന്ന മാക്കിനേക്കാളും അഡ്വാൻറ്റേജ്. എന്റെ കയ്യിരിക്കുന്ന M2 ആണ്, M2 Pro ആണ്. അത് M2 Pro ആണ്. അതിനകത്ത് CPU GPU ഒക്കെ ഉണ്ട്. അപ്പം കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. പക്ഷേ അതിനെക്കാട്ടി ബെറ്റർ ആണിത്. മെയിനായിട്ട് നമ്മുടെ മാക്ക് ഇപ്പം പിന്നെ ഏതാണ്ടൊക്കെ ഡെഡ് ലെവലാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത്. അതാണ്ട് കൈസ്, ഇതാണ് ഫൈനൽ കട്ട് പ്രോ. ഇതിനകത്താണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ചില ടൂളുകൾ നമ്മുടെ ഐപാഡ് വെർഷനില്ല, രണ്ടും വെർഷൻ വ്യത്യാസമുണ്ട്. നമ്മുടെ മാക്കിലെ വേറെ വെർഷനും ഇതിനകത്ത് വേറെ വെർഷനുമാണ്. അപ്പം ചില സെറ്റിങ്സുകൾ, ചില ഓപ്ഷൻസുകൾ, അത് മാഗ്നറ്റിക് ഫ്രെയിം, അത് എഡിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വർക്കാവത്തില്ല. അല്ലാണ്ട് എല്ലാം സെറ്റ് ആവും കേട്ടോ. എഡിറ്റിംഗ് ഒക്കെ അതിനകത്ത് എൻ്റെ സെറ്റ് ഭയങ്കര സ്മൂത്താണ്. നീ കൊള്ളാന്ന് പറഞ്ഞു, ഞാനും അത് കേട്ടിരിക്കുന്നു. അമ്പോ എങ്ങനെയുണ്ട്? നല്ല ആൾക്കാരെ കൊണ്ടാണ് നീ വന്നത് കേട്ടോ. അതിവിടെ ഇതാക്കി അമ്പൂന്ന് എഴുത്. കാരണം നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണ്ട. പക്ഷെ നീ പറഞ്ഞതൊക്കെ അതൊരു മെനക്കേടായില്ലേ? അത് പോയി എക്സോ. കണ്ടോ, അങ്ങനെ വരും. മനസ്സിലായില്ലേ? നമ്മൾ ഈ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം നല്ലത് അടിക്കുന്നതല്ലേ. പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആട്ടോ. ഇതിന് സെപ്പറേറ്റ് വില, ഇതിന് സെപ്പറേറ്റ് വില. നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ. അത് വാങ്ങുന്നില്ല, നമ്മൾ ഇത് മാത്രമേ വാങ്ങുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും മാക്കിനെ ആശ്രയിക്കുന്ന ഇത് കൊള്ളാം. കൊള്ളാല്ലേ? സ്റ്റോക്കില്ല ഗൈസ്. കൊച്ചിയിൽ അത് ഒരെണ്ണേ ഉള്ളൂ. ബുക്കിടാന്ന് അറിയത്തില്ല. 2 days എടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ മേലെ ഇലക്ട്രോണിക്സിലും കൂടി ചോദിച്ചു നോക്കട്ടെ. പക്ഷെ സാധാരണ ഇവിടെ സ്റ്റോക്ക് കാണേണ്ടതാണല്ലേ. ഇവിടെ എല്ലാം ഇലക്ട്രോണിക്സിലൂടെ പോയി നോക്കാം. അവിടെ പോയി നോക്കാം. അമ്പ് ഇപ്പോഴും ഉടന്നിട്ടില്ല. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു മാംഗോ ഐസ്ക്രീം. സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറിയോ? കൂടെ സ്ട്രോബെറി ഉണ്ടെന്നാ പറഞ്ഞേ. ചേട്ടാ ഒരു മാങ്ങ. മാംഗോ ബ്ലാസ്റ്റ് എന്നാ പേര്. ഇതിന്റെ പേര് മാംഗോ ബ്ലാസ്റ്റ്, ഇതിന്റെ പേര് സ്ട്രോബെറി ബ്ലാസ്റ്റ്. ഞാൻ ഇതൊന്നും വാങ്ങിയായിരുന്നു ഒരു ചലഞ്ചിന്. അന്ന് ഇന്നലെ ഒരെണ്ണം മതി ചേട്ടാ, ഒരെണ്ണം മതി. ഇവിടെ നമുക്ക് ഇതുവല്ല വേണോ? വേണ്ടല്ലോ, വേറെ ഐറ്റംസ് വേണം. ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. ടേസ്റ്റിംഗ് ഉണ്ടോ? ഇന്നലെ ഞാനും അമ്മൂട്ടൻ തിന്നായിരുന്നു. എന്നാ പിന്നെ എനിക്ക് ഇതിനകത്ത് ബെസ്റ്റ് സെല്ലിംഗ് ഏതാ? ബെസ്റ്റ് സെല്ലിംഗ് നമുക്ക് കിൻഡർ ബോൾസ് ഉണ്ട്, കിൻഡർ ബ്യൂണോ, തിരാമിസു, ന്യൂട്രല ക്രഷ്. ഇത് വേണ്ട, ഇന്നലെ വാങ്ങിച്ച അതേ കളറല്ലേ? അത് കൊള്ളാലോ. പക്ഷെ ഇത് മുതലാവത്തില്ലല്ലേ മാളി വെച്ചല്ലേ? ഇന്നലെ അമ്പൂട്ടൻ ടേസ്റ്റ് ചെയ്തിട്ടേ അങ്ങനെ അവരുടെ മുഖം അവന് മധുരം ഒന്നും അത്ര ഇഷ്ടമല്ല ഗൈസ്. ചേട്ടാ ബെറി മാൻ ടേസ്റ്റ്. ബെറി മാൻ. ഓക്കെ, താങ്ക് യു. ഞാൻ ടേസ്റ്റ് ചെയ്തേ. മൊത്തം ഒരു സ്പൂൺ കൂടെ മൊത്തം ഞാൻ വിചാരിച്ചു തരുമോ. പക്ഷെ നമുക്ക് മാംഗോ ബ്ലാസ്റ്റ് മതി. ചോക്കോ ഇത്. ഓ ഈ സാധനം അല്ലേ? കൊള്ളാമോ? ഇത് നമ്മളെ മുട്ടായിയുടെ ടേസ്റ്റ്, ഡയറി മിൽക്കിന് അതേ ടേസ്റ്റ് അല്ലേ? അത് ഡയറി മിൽക്ക് ഉരുക്കി അതേ ടേസ്റ്റ്, ലാസ്റ്റ് കഴിച്ച സാധനം അല്ലേ? അതേ ടേസ്റ്റ്. നമുക്ക് മാംഗോ ബ്ലാസ്റ്റ് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മുടെ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവാ. ഇതൊക്കെ ആ കളറാട്ടോ, പക്ഷെ മാങ്ങയുടെ അതേ ഒരു ഷേപ്പ്. ഓ അത് വെളി വെക്കാല്ലേ? അത് ഇപ്പം തൊലച്ചേനെ. ഇപ്പൊ ശരിയായതേ. തുടങ്ങട്ടെ ഞാൻ. എനിക്ക് എങ്ങനെ എടുത്ത് കടിക്കണോടാ? എടുത്ത് കടിക്കും കുഴപ്പമില്ല, ഞാൻ എടുത്ത് കടിക്കുള്ളൂ. ചുണ്ടിലൊക്കെ ഇരിക്കുന്നത് ശരിയാണ്. ബ്ലാസ്റ്റാ. ചവയ്ക്കുമ്പോൾ എന്തോ പൊട്ടുന്ന ശബ്ദം കേൾക്കും. ഞാൻ ഇവിടെ വെള്ളം ഉറക്കുവാ. മാങ്ങയുടെ പൽപ്പ് കഴിച്ചത് മാങ്ങയുടെ പൽപ്പ് കേട്ടോ. കഴിച്ചു പൊളി സാധനം കേട്ടോ. നമ്മളല്ലേ മസ്റ്റ് ട്രൈ ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലേ? അടിപൊളി. സ്ട്രോബെറി
നമ്മളെ 2 വാങ്ങാഞ്ഞത് വാങ്ങിച്ചാൽ കഴിച്ചു പോകും. ഒന്നാമത് ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരെണ്ണേ വാങ്ങിച്ചോളൂ. ഇത് കണ്ടോ, ഇത് കറക്റ്റ് മാങ്ങയുടെ പൽപ്പാട്ടോ. നോക്ക്, അടിപൊളി. അച്ചിൽ വെച്ച ഒരു ഒഴുക്കിനായിരിക്കും അല്ലേ? അടിപൊളി കഴിച്ചു. ഇതിന് കളറില്ല, വലിയ കളറില്ല. കണ്ടോ, അമ്പു ഉറങ്ങിയല്ലോ. അമ്പൂട്ട ഉറങ്ങിപ്പോയി. പിന്നൊരു കാര്യം, കഴിക്കൂല. അവൻ തിന്നത്തില്ല, ഇതൊക്കെ കാണുമ്പോഴേ അറിയാം. ഓ അടിപൊളി കേട്ടോ. ഈ സാധനം ഇപ്പോഴാണ് ഇവിടെ വന്നേ, ഇത്ര നാളില്ല. ഇപ്പൊ തുടങ്ങിയ ഷോപ്പാ. അതെ, ഇതാട്ടോ ഷോപ്പ്. വന്നാ മതി, ഇവിടെ കാണും. ഒരു വട്ടം ട്രൈ ചെയ്യാം. അതെ, സ്ട്രോബെറി ഇച്ചിരി കളറാ. അവൾ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്ന് കയ്യിലൊക്കെ ഭയങ്കര കളറായിരുന്നു. പക്ഷെ ഈ സാധനം, ഇത് നല്ല സാധനം കേട്ടോ. ഇത് കൊള്ളാം. നീ മതി. നമ്മള് വേറൊരു ഐറ്റം കൂടി വാങ്ങിച്ചു കേട്ടോ. ഇത് അവരുടെ കൂൾ ബാഗാ, അല്ല ഹോട്ട് ടെമ്പറേച്ചർ നിൽക്കുന്ന ബാഗ്. ടെമ്പറേച്ചർ നിൽക്കും. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലും ആ ഒരു ടെമ്പറേച്ചർ നിൽക്കുന്നതാണ്. കറക്റ്റ് നമ്മളെ ചോറ്റുപാത്രത്തിന്റെ ഈ പാത്രം ഞാൻ സൂക്ഷിച്ചോട്ടെ. ഈ പാത്രം ഞാൻ സൂക്ഷിച്ചോട്ടെ. ഓ സൂക്ഷിച്ചു. ഇത് പ്ലാസ്റ്റിക് അല്ലല്ലോ. അതെ, ഇങ്ങനെ സൂക്ഷിക്കുമ്പോഴാ. എടേ ബിസ്ക്കറ്റ് കൈകട. ഓ എടാ, അടിയിന്ന് എടുക്കണം കേട്ടോ. അടിയിൽ ഒരു ലെയർ ഉണ്ട് കേട്ടോ. ഓ വേണ്ടേ? അടിപൊളി. ഒരുപാട് സ്വീറ്റ് അല്ലടാ, കഴിക്കാൻ പറ്റൂലേ? ഈ പിന്നെ ബിസ്ക്കറ്റിന്റെയും ഈ ചോക്ലേറ്റ് ഇങ്ങനെ ചെറിയ അരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. മത്ത് പിടിക്കുന്ന മധുരം അല്ലല്ലേ? കൊള്ളാം. ഈ ബിസ്ക്കറ്റോടെ കഴിക്കണേ, ഞാൻ തരാം. ഓ സെറ്റപ്പ് ഇല്ലേ? അടിപൊളി. ബിസ്ക്കറ്റ് സാധാരണ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ഒരു മധുരം ഉണ്ടല്ലോ, അതേ മധുരേ ഉള്ളൂ. വലിയ ഭയങ്കര മധുരമൊന്നുമില്ല. സാധനം സെറ്റ് കേട്ടോ. ഇന്നത്തെ ഒരു ഷുഗർ ഡേ ആയിരുന്നു. ഇന്നത്തെ ഷുഗർ ചീറ്റ് ഡേ ആയിരുന്നു. ഓക്കെ, അടിപൊളി. ഒരു ഹൈടെക് ഒരു മുതുതള്ള കേട്ടോ. ഹൈടെക് മുതുതള്ളേ കണ്ടില്ലേ? ഏതാണ്ട് ബാഗ് തൂക്കിട്ടിരിക്കുന്ന കയറിന്റെ ഫ്രീ ആവല്ലോ. എന്റെ കുഞ്ഞിന്റെ കുഞ്ഞ് എന്റെ കയ്യില. അമ്പൂട്ടി എന്റെ കാര്യം നടന്നില്ല ഗൈസ്. ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. സ്റ്റോക്ക് ഇല്ല. എന്താ വേണം? ചുമന്ന് അങ്ങനെ കിടന്ന് ചെള്ള ചുമന്ന് ബ്ലഷ് ഇട്ട പോലുണ്ട്. എന്താണോ ബ്ലഷ് ഇട്ട പോലെ? നിന്റെ ഞാൻ പറയുന്നില്ല. ഒരു 4 പരീക്ഷിച്ചിട്ട് ഒരെണ്ണം എടുത്ത് ചുണ്ടത്തിട്ട് അമ്പൂന്റെ കയ്യിലിരിക്കുന്ന ബില്ലടിക്കുള്ള തന്നെ അവിടെ പറത്തി വെച്ചു. അങ്ങനെ നമ്മള് സാധനമൊക്കെ വാങ്ങി ഇന്ന് വന്നിട്ട് എന്റെ കാര്യം നിന്റെ കഴിഞ്ഞിട്ട് ദൈവം നോയിക്കോടെ എന്റെ കൂടെ. എന്റെ ഒരു കാര്യം നടന്നില്ല. അവള് ലിപ്സ്റ്റിക് വാങ്ങിച്ച് ത്രെഡ് ചെയ്ത് നല്ലോണം കാണിയത് ത്രെഡ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്. മാല പൊട്ടിയത് എനിക്ക് വിഷമം. വീട്ടിൽ വന്ന് ചെന്നിട്ട് വേണം കൊളുത്ത് വേറെ എടുത്തിട്ട് നോക്കിയപ്പോ മാല പൊട്ടിയെന്ന് വീണു. മാല കൊളുത്ത് രണ്ടും അങ്ങ് ഒടിഞ്ഞങ്ങ് പോയി. താലി മാല ഇല്ലാതെ എന്തോ പോലെ കഴിച്ചു. അതല്ലേ കൊറേ ഞാൻ നിക്കത്തില്ലല്ലോ മാല ഇല്ലാതെ. ഓക്കെ, ലെറ്റ്സ് ഗോ. കൂട്ടുകാരൻ വന്നല്ലോ. എന്തോടാ സുഖമാണോടാ മക്കളെ? നിന്നെ കണ്ടില്ലല്ലോടാ, 2-3 ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. പോയി അവരുടെ LED കളർ ലൈറ്റുമായിട്ട് വന്ന പിന്നെ പൂജ പേടിക്കൂലേ? കൊള്ളാല്ലേ? അമ്മ ഡ്രസ് ചേരുന്നു, നല്ല ഡ്രസ്സുണ്ട് ചേരുന്നു. പോയി മാവ് പോയി. അപ്പൊ എങ്ങനെ അമ്പൂട്ടന്റെ ശീലങ്ങളൊക്കെ മാറിയേ. മാളി പോയാൽ നടക്കത്തില്ല. ഇപ്പൊ ഞാൻ ഫുഡ് കൊടുത്താൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏട്ടൻ ഫുഡ് കൊടുത്താൽ മതി. ക്യാരക്ടർ ഫുള്ള് മാറി. നമ്മൾ പുറത്ത് പോയാലും ഇന്ന് പുറത്ത് നല്ല ഫുഡ്. ഇന്ന് പുറത്ത് നമ്മൾ ഐസ്ക്രീം കഴിച്ചില്ലേ? അത് കഴിച്ചോളൂ. ഇന്ന് നല്ല അടിപൊളി ചൂരക്കറി ഉണ്ട്, പിന്നെ ചപ്പാത്തി, രാവിലത്തെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, മോര്, ഇന്ന് ചിക്കൻ കറിയും വെച്ച് കാപ്പിക്ക് ചിക്കൻ കറി, ചിക്കൻ കറി ചപ്പാത്തി ആയിരുന്നു. ഉച്ചക്ക് മീൻകറി, മോര്, ചിക്കൻ ഫ്രൈ,
നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, തീർന്നുപോയി. സാറ് ഒന്ന് മാറി എനിക്ക് തിന്നായിരുന്നു. ഓ മൈൻഡേ ഇല്ല. എന്നാ അവനൊരു പ്ലേറ്റ് കൊടുക്കാന്ന് വെച്ചാ കഴിക്കൂല. പക്ഷേ അതാ ഞാൻ ആലോചിക്കുന്നു. അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. കണ്ടോ ഞാൻ കൊടുത്തല്ലേ തിന്നൂപ്പം. എന്ത് ചെയ്യാനാ? ഓ എന്തോ ഭാഗ്യം. മീൻകറി ഇപ്പഴാണോ സെറ്റായ? അപ്പൊ ഗൈസ് കഴിച്ചിട്ട് വരാം. ഗൈസ് രാവിലെ അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഇന്ന് ഫ്രീക്കാണോ വന്ന ബസ്സില്? ഗൈസ് നിങ്ങൾ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ടോ? എന്തുവായിരുന്നു ആ പത്തിന്റെ പേരെന്തുവായിരുന്നു? പ്രിയദർശിനി. അത് നല്ല പേരല്ലേ. അപ്പം പുനലൂരിന്ന് തെന്മല വരെ അമ്മയ്ക്ക് ഫ്രീ ആയിട്ടാ വന്നത്. അല്ല, തെന്മലയിന്ന് പുനലൂര് വരെ. ഈ സ്ത്രീകൾക്കിനി ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാം. പക്ഷെ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഏൺ ചെയ്യുന്നവർക്ക് ഒരു ബസ് ടിക്കറ്റ് കൊടുക്കാനുള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ എന്നുള്ള രീതിയില് ചിലര് ടിക്കറ്റ് കൊടുക്കുന്നു. എനിക്ക് ടിക്കറ്റ് വേണം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. റീൽസ് ഒക്കെ അങ്ങനെ കണ്ടില്ലേ? റീൽസ് ഒക്കെ ഞാൻ. പക്ഷെ ഇത് യൂസ് ആവുന്ന ഒന്നോർത്താ ഈ ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ തെന്മലയിന്ന് പുനലൂരോ അല്ലെങ്കിൽ കൊട്ടാരക്കരയോ കുന്നിക്കോടോ ഒക്കെ പോകുന്ന ജോലി ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ് ആയി. എന്തുമാത്രം കൺസെഷൻ 3 മാസം കൂടുമ്പോ 600 സംതിങ്ങിന് എടുക്കുമായിരുന്നു. നിങ്ങൾക്ക് സത്യം. പഠിക്കുന്ന പിള്ളേർക്കും ജോലി ചെയ്യുന്നവർക്കും ഇത് ഭയങ്കര യൂസ് ആണ്. പിന്നെ ഇത് വേറെ രീതിയിൽ ഇതാവുന്ന വെച്ചാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ ജീപ്പൊക്കെ ഷെയർ ആയിട്ട് കയറി പോകുമല്ലോ, പ്രൈവറ്റ് ബസ്, അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അത് ഡിപ്പെൻഡ് ചെയ്ത് എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അല്ല, ഓട്ടോ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ജംഗ്ഷൻ വരെ പോകുന്നതിനൊക്കെ ഓട്ടോയിലെ എല്ലാരും ചെയ്യുന്നത്. അപ്പം ബസ് ഫ്രീ ആകുമ്പോ ആൾക്കാര് ബസ് ചൂസ് ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാ പോലും പക്ഷെ ഒരു ദിവസം ഇത്ര തവണ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടോ കേസ്? കാരണം ഒരു ദിവസം ഒരു തവണ പോകും, അങ്ങനെ തോന്നുന്നില്ല. എപ്പോഴാണ് യാത്ര? അപ്പൊ ഒരു ദിവസം എത്ര തവണ യാത്ര ചെയ്യാം? അപ്പൊ പുല്ലൂരിന്ന് ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടി കേറി ഫുഡ് കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വരാൻ വേണമെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് ഇല്ല. ചക്കവെട്ടില് പുളിഞ്ചിക്ക അച്ചാറ്. നമ്മളൊരു ചലഞ്ച് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്ത് ചലഞ്ച് ആയിരിക്കും താഴെ കമന്റ് ചെയ്യട്ടോ. ഫുഡാണ്. മോരുള്ള മോരിനകത്ത് കരിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചി ഇച്ചിരി കരിവേപ്പില ഇടാൻ പറഞ്ഞപ്പോ എല്ലാം മാറിയിട്ടിട്ടുണ്ടല്ലോ. ഒരു ലോഡ് സാധനം. സൂപ്പർ. ഇന്ന് 1 മണിക്ക് എണീറ്റ മോര് മണം കുടിച്ചു ചക്ക ഇന്ന് എള്ളവ് നല്ല രുചിയുണ്ട്. നമുക്ക് ഫ്രീ ഒന്നും വേണ്ട ഗൈസ്. നമ്മൾ പൈസ കൊടുത്ത് യാത്ര ചെയ്തോളാം, നോ പ്രോബ്ലം ഗൈസ്. അപ്പൊ നമ്മുടെ ഐപാഡ് വന്നിട്ടുണ്ട്. നമ്മള് 2 ദിവസം വെയിറ്റ് ചെയ്തു. ഇന്ന് സാധനം വന്നു. അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോകാട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്റെ മാക്കിന്റെ കാര്യം. മാക്ക് M2 അല്ലോട്ടോ, എന്റെ M1 ഇരിക്കുന്നത്. ഞാൻ ഇത്ര നാൾ M2 ആണ് എന്റെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞത്. പക്ഷെ M1 ആണ്. അപ്പൊ M2 ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാ ചെക്ക് ചെയ്തപ്പോഴും ദൈവം ഇത് M1 Pro ആയിരുന്നു എന്ന്. M2 Pro അല്ല കേട്ടോ, എന്റെ ഇരുന്നത് M1 Pro യാ. പക്ഷെ M1 Pro ഇപ്പോഴും സ്റ്റിൽ അത് അടിപൊളിയാണ്. പക്ഷെ അത്രയും ജനറേഷൻ ഇപ്പം പുതിയത് ഇറങ്ങി. പക്ഷെ ഞാനത് എന്തായാലും ഇപ്പൊ ഒരു മാക്ക് എടുക്കുന്നില്ല. ഞാൻ പിന്നെ ആലോചിച്ചു എന്നാ പിന്നെ ഒരു M5ന്റെ പുതിയൊരു മാക്ക് എടുത്താലോ എന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, എനിക്ക് എന്തോ ലാപ്പ് കളയാൻ തോന്നില്ല, അത് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ തോന്നില്ല. ഇപ്പോഴും നല്ലോണം ഇരിക്കുകയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ ചെറിയ ഇഷ്യൂ ഉണ്ട്, നമുക്കത് എന്തായാലും സെറ്റ് ചെയ്തെടുക്കാം, സർവീസ് ചെയ്തെടുക്കാം. അപ്പൊ എന്തായാലും ഇനിയൊരു മാക്ക് എടുക്കണ്ട. അപ്പൊ എന്തായാലും ഒരു ഐപാഡ് എടുക്കാം, ഐപാഡ് Pro M5 എടുക്കാം. കാരണം നമ്മൾ കുറച്ച് പോർട്ടബിലിറ്റി, കാരണം എപ്പോഴും നമ്മളെ കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് അത് ബെറ്റർ ആണ്. സാധനം ചെറിയ സൈസാണ്, ലാപ്ടോപ്പിന് അത്ര വെയിറ്റ് ഇല്ല, ഭയങ്കര തിന്നാട്ടോ. തിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ്.
അപ്പോൾ നമ്മളെന്താ അതിനകത്തോട്ട് അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മാക്കിൻ്റെ പവറോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ പരിപാടിയെല്ലാം നടക്കും. പിന്നെ നമ്മൾ ആൾറെഡി ഒരു മാക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു മാക്ക് എടുക്കാം, ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കാം. പിന്നെ അതുപോലെ റീൽസ് എവക്കാണെങ്കിലും അത്യാവശ്യം എഡിറ്റിംഗ് പരിപാടി എല്ലാം നടക്കും. നിനക്ക് പിന്നെ ലാപ്പ് കൈകാര്യം ചെയ്തിട്ട് പാടാണല്ലോ, ഇതാണെങ്കിൽ ഫോൺ കണക്ക് തന്നെ. പിന്നെ എന്തുകൊണ്ട് M5ന്റെ ഐപാഡിന് എന്തുകൊണ്ട് മാക്കിന്റെ അത്രയും പവർ കിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് OS ഡിഫറെന്റ് ആണ്. ഇത് നമ്മുടെ ഐപാഡിന്റെ OS ആണ്, ഒരിക്കലും ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ മാക്കിന് പകരം അത്രയും പവർ സോഴ്സ് എന്തായാലും നമ്മുടെ ഐപാഡിന് കിട്ടത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ മാക്ക് ചെറുതല്ലേ ഈ സൈസ്. ഇത് M5 ആട്ടോ, ഇത് M5 Pro ആണ്. M5 Pro ആണ്. ഇതിന്റെ ഏതാണ്ട് ഇതിന്റെ വില ഇത്രയും വില വരത്തില്ല. ഇത് 1 TB ആണ് കേട്ടോ. ഇത് 1 TB ആണ്. M5 Pro 1 TB സ്റ്റാർട്ടിങ് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് എടുക്കാനായിരുന്നു. ഇതെടുക്കാൻ പക്ഷേ നമുക്ക് ആൾറെഡി 2 മാക്ക് എന്തിനാ? എനിക്ക് ആ മാക്ക് എന്തായാലും അത് നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ അതൊരു പ്രശ്നമില്ല. പക്ഷെ ചെറുതില്ലേ കുട്ടി. ഇതാണ് എൻ്റെ ഇരിക്കുന്ന സൈസ്. ഇത്രയും വലുതാണ് എൻ്റെ ഇരിക്കുന്നത്. സെയിം കളർ തന്നെ. ഇപ്പം കളറൊക്കെ പോയെങ്കിലും ഇത് ബ്ലാക്കാണ്. കുട്ടി സാധനം അല്ലേ ഇത്? നമ്മൾ മടിയിൽ വെച്ചാൽ അറിയത്തോലുമില്ലായിരുന്നു. പിന്നെ വേറെ പ്രശ്നം, നമ്മളെ ഐപാഡിൽ കുറെ ടൈപ്പ് സി വരണേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് പോർട്ടുണ്ട്, കാർഡൊക്കെ ഡയറക്റ്റ് കൊടുത്താം ക്യാമറയുടെ. പക്ഷെ എൻ്റെ റീഡർ ഉണ്ട്, ടൈപ്പ് സിയുടെ റീഡർ ഉണ്ട്, അത് പ്രശ്നം വരത്തില്ല. എന്തോ ലൈറ്റ് വെയിറ്റ് ആടി. തിന്നെന്നൊക്കെ പറഞ്ഞാ ഇതിൽ കൂടുതൽ തിന്നാക്കാൻ പറ്റുമോ? അല്ല, ഒട്ടും വെയിറ്റ് ഇല്ല. എനിക്കൊന്നൊരു 400 ഗ്രാം, മാക്സിമം 400 ഗ്രാം അത്രേ വരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച ഇത് എവക്കും കൂടി ആട്ടോ, കാരണം എവക്കും കൂടി അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്യാമറ കൊള്ളാടാ, ഇത്ര ക്ലാരിറ്റിയോ ക്യാമറക്ക്? 12 MB ക്യാമറ തോന്നുന്നു, ഫ്രണ്ട് ക്യാമറ. നൈസ് കേട്ടോ. അമ്പൂട്ടൻ എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങാം കേട്ടോ, അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോവാം. 2 ദിവസത്തേക്ക് ക്യാമറ കൊള്ളാം കേട്ടോ ഗൈസ്. സെറ്റ് ക്യാമറ കേട്ടോ. വീഡിയോ നല്ല ക്ലാരിറ്റി ഉണ്ട് ഗൈസ്. ഫ്രണ്ട് ക്യാമറ കൊള്ളാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം. നമ്മൾ 512 GB ആണ് കേട്ടോ. കൊച്ചിയിൽ വന്നതാ. അതെ, ഇവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു, സാധനം എടുത്തു. 512 മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ SSD ഉണ്ട്. ഹാപ്പിയാണോ? ഹാപ്പി. ഇനി കൈ വെച്ച് എഡിറ്റ് ചെയ്യാം. മറ്റേതിനകത്ത് എൻ്റെ ഐപാഡിൻ്റെ എൻ്റെ മാക്കിൻ്റെ ഇത് ടച്ച് പാഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇങ്ങനെ മുറുക്കി പിടിച്ചാണ് ഡ്രാഗ് ചെയ്തത്. ഭയങ്കര പാടായിരുന്നു. ഇത് നല്ല സ്മൂത്താ, ഫുൾ അടിപൊളിയാണ്. 120 Hz ഡിസ്പ്ലേ ഒക്കെ. 2 ദിവസം കൊണ്ട് ഇതിനെ കുറിച്ചെല്ലാം പഠിച്ചു. ഞാൻ ഇന്നലെ വന്ന് ഇന്നലെ വന്ന് 1 മണിക്കൂർ എന്ന് പറഞ്ഞു പറയുന്നത്. ഇന്നലെ വന്ന് മെനങ്ങാന്ന് നമ്മൾ ആപ്പിൾ കെയറിൻ്റെ എടുക്കുന്നുണ്ട്, വേറെ നല്ല സേഫ്റ്റി. ഞാൻ മറ്റേനും എടുത്തിട്ടില്ലായിരുന്നു ആപ്പിൾ കെയർ. അല്ല, അത് പിന്നെ ആപ്പിൾ കെയർ ടൈം കഴിഞ്ഞ കംപ്ലൈന്റ് ആയത്. 2 വർഷമേ ഉള്ളൂ ആപ്പിൾ കെയർ. ഈ ടൈം പറഞ്ഞു കഴിയാല്ലേ നശിക്കുന്നേ. അതാണ് ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഐപാഡ് Pro 13 ഇഞ്ച് M5 വൈഫൈ മോഡലാണ്. നമ്മുടെ സിമ്പിൾ എന്ന മോഡലല്ല വാങ്ങിച്ചത്. ഇനി നൂല് പറിക്കാം. പൊട്ടിക്കട്ടെ. ഇനി അടുത്ത പുറത്തില്ല. അമ്പോട്ടനോടെ കളിച്ച് ഞാനും പോയി കുഞ്ഞുമാവയായിരിക്കുന്നു. ഇങ്ങനെ വരണം. വരുന്നില്ലേ? വരുന്നുണ്ട്. എന്നാ തിന്നാടി. ഇനി ഇതിന്റെ ASMR ഞാൻ ഇതിനകത്ത് കേസോ ഒന്നും ഇടുന്നില്ല കേട്ടോ. സ്ക്രീൻ കാർഡ് പോലും ഒട്ടിക്കുന്നില്ല, ഒന്നും ഒട്ടിക്കുന്നില്ല. ഞാൻ അല്ലാണ്ട് എടുത്തിട്ടുണ്ട്. ഒറ്റ ടൈപ്പ് സേ ഉള്ളൂ, നമുക്ക് പവർ ഓൺ ചെയ്യാം. ഇത് അഡാപ്റ്റർ ഉണ്ടോ? ഫോണിനാണെങ്കിൽ ഇപ്പൊ നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ചോണ്ടിരുന്നത്. അഡാപ്റ്റർ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പക്ഷെ നമുക്ക് കൂടെ തരുന്നത് 30 വാട്ട്. അതാണ് ആപ്പിളിന്റെ ഒരു കളികൾ. മറ്റേ നമ്മൾ വാങ്ങിക്കണോ? മറ്റേ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. എന്താ ഇതിന്റെ കൂടെ നിന്നൂടെ? ഇത് കേബിളാ, ബ്ലാക്ക് കേബിൾ അല്ലേ? ഇത് ഡാറ്റ ട്രാൻസ്ഫറിംഗ് ഇല്ലേ? ഡാറ്റ ട്രാൻസ്ഫറിംഗ് കേബിളാ. ഇത്രയുള്ള സംഭവം. ഇതിനകത്ത് സ്റ്റിക്കർ കളഞ്ഞോ?
നിർത്തിയോ? പൊല്യൂഷൻ അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ആപ്പിൾ ഐ ഡി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അയ്യോ ആപ്പിൾ കെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കയ്യിലെടുത്തൊന്ന് കാണിക്കിങ്ങോട്ട്. ടിന്നെന്നൊക്കെ പറഞ്ഞാൽ ഇതാട്ടോ എന്ത് ഒരു പിടിക്കുമ്പോൾ ഒരു പ്രീമിയം ഫീലുണ്ട്. എനിക്ക് പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റൊക്കെ ഇതിന്റെ പരിപാടി വരയ്ക്കുകയൊക്കെ ചെയ്യായിരുന്നു. കഴിവുമില്ല, അതായത് വേറൊരു സത്യം. നമ്മൾ ആദ്യത്തെ സെൽഫി എടുക്കാൻ പോകുന്നു. സ്മൈൽ പ്ലീസ്. ഭയങ്കര സ്മൂത്ത് സെറ്റിങ്സ് ആയാലും എല്ലാം അടിപൊളി സ്മൂത്ത് കേട്ടോ. രക്ഷയില്ല കേട്ടോ. അതടാ, എന്നാലും നമ്മളെ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫോണിലും റിഫ്രഷ് റേറ്റ് സെയിം ആണ്, പക്ഷെ ഇത്ര വലിയ സ്ക്രീനിൽ ഇത്രയും സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്രോ സുധീഷ് ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ബ്രോ. എനിക്കൊരു പെൻസിലും കൂടി വേണമായിരുന്നു, പിന്നെ വരാം. ഇനി ശല്യത്തിന് വന്നേക്കരുതെന്ന്. നമ്മളെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് നേരെ അമ്പോട്ടൻ എന്തെങ്കിലും ടോയ്സും കൂടി വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാം. അപ്പൊ നമ്മൾ ഇത്രയും വാങ്ങിച്ചിട്ട് അവരെന്തായാലും വാങ്ങിണ്ടേ. ഹാപ്പി ഹാപ്പി. ഇത് നല്ല സ്പീക്കറാ, വില കുറഞ്ഞ സ്പീക്കറാ. അവൻ കളിക്കുന്ന നോക്കി വാങ്ങിക്കണം. അവൻ ഇപ്പൊ എന്തോ കളിക്കാൻ ഇഷ്ടം. ഇപ്പം കളിക്കാൻ എന്റെ മുഖം അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങിയേ. ഈ കട്ടിയുള്ള കാറൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഏട്ടന്റെ തലമുണ്ടേ കീഴിൽ. അയ്യോ ഇവനിങ്ങാന്നേ ഫോർച്യൂണറിന്റെ ചാവി, അത് കഴിഞ്ഞിട്ട് അവന്റെ തോക്കിന്റെ മേലത്തെ സ്റ്റീൽ ഉണ്ടല്ലോ നമ്മളെ പൊട്ടാസ് ഒട്ടിക്കുന്നത്, അതിന്റെ മുനമ്പ് ഞാൻ ഇങ്ങനെ തല പൊട്ടി. ഇന്നലെ വേറെ അടിച്ചല്ലോ, ചീപ്പ്. ഓരോ ദിവസം ഓരോ വെച്ചിട്ട് മണ്ടയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് മെറ്റലിന്റെ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇവനിങ്ങനെ കൊണ്ടുനടക്കാൻ ബാറ്റ് പോലെ ക്രിക്കറ്റ് പോലെ കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ലിപ് ലൈനർ കൊടുക്കും 2 എണ്ണം. ഇന്നലെ അമ്മയ്ക്ക് അതിട്ട് കുറെ കിട്ടി. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കുഞ്ഞിനെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കളിക്കത്തില്ല. അങ്ങനെ ഇല്ലല്ലോ, അതൊന്നും താല്പര്യമില്ല. ഇഷ്ടമായിരിക്കും. അതൊരു ചടി കിട്ടും. ബാറ്റ് ചോദിച്ചു ബാറ്റെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. അതുപോലെ ഏട്ടന്റെ PS5 അവന് ഇഷ്ടമില്ലേ, അതുപോലെ ഇരിപ്പുണ്ട്. അതുപോലെ ഇതിന് ഞെക്കുമ്പോഴേ കാണിച്ചു കൊടുത്താ കുത്തിക്കൊണ്ടിരുന്നോളൂ എന്ന് 10 പ്രതീക്ഷിക്കുന്നു. മിനിറ്റ് എന്നാലും കുഴപ്പമില്ല. സ്ലിം ആയില്ലേ ഗൈസ്? എന്തുവാ കാലൊക്കെ പോയി കാണിക്കുന്നത്? അല്ല ശരിക്കും ഡ്രസ് ഇട്ടപ്പോ ഇല്ലല്ലോ, അതുകൊണ്ട് കൈ രണ്ടും ഫ്രീയാ. എന്നാ പിടിച്ചു എന്നാ ഫ്രീ ആണെങ്കിൽ ഇപ്പഴാ ഒരു ലുക്ക് വന്നത്. അമ്പൂട്ടി ഇരുന്നില്ല കേട്ടാ, എന്റെ അടുത്ത് വന്നില്ല കേട്ടാ. അവൻ എന്നെ കണ്ടോണ്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അവൻ കഞ്ഞി കുടിച്ചോ അമ്മ? ഉറങ്ങി അമ്മയുടെ തോളി കിടന്ന്. കൊടടാ അച്ഛാ. തറയിട്ട് പൊട്ടിച്ച് തറ വാങ്ങിച്ചു. പൊട്ടി പൊട്ടി പൊട്ടി. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് 10 മിനിറ്റ് പോലും എടുത്തില്ല പൊട്ടിക്കാൻ. പൊട്ടി അല്ലാതെ അറിയായിരുന്നു പൊട്ടു വന്ന ഗ്ലാസ്സാ അത്. പൊട്ടി സായിസാണ് ക്രാക്ക് വീണ് കൈസാണ് ക്രാക്ക് വീണ്. 500 രൂപ കണ്ണി കൂടെ പോയി. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് നിൽക്കില്ലേ. പക്ഷെ അവര് അവിടെ അതിനെ പ്ലാസ്റ്റിക് ഗ്ലാസ് വല്ലതും വെച്ചാൽ മതിയായിരുന്നു. പൊട്ടുന്ന ഗ്ലാസ് വെക്കണ്ടായിരുന്നു. കൈ വാങ്ങിച്ചത് പൊട്ടിയണ്ട. പൊട്ടിയില്ലേ? നല്ലൊരു കുഞ്ഞിന്റെ കൈ മുറിയായിരുന്നു. രസമാട്ടോ, ഇഷ്ടപ്പെടും. എന്റെ കുഞ്ഞ് നിക്കടാ ഇവിടെ. ഈ ഒരു വ്ലോഗും ഇവിടെ വെച്ച് അതിന്റെ പിന്നെ അമ്പൂട്ടി ഇങ്ങ് വാ 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 ഓടി വാ. ബൈ ഗൈസ്, I love you.